നമസ്കാരം. രാവിലെ ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് കണ്ടു. ഈ മോട്ടിവേഷനൊക്കെ വർക്കൗട്ട് ആവുമോ പത്മകുമാറേ? ഇതൊക്കെ ഒരു ഉടായ്പല്ലേ? പൈസ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആൾക്കാരെ സ്വാധീനിക്കാൻ, പ്രശസ്തി നേടാനുള്ളൊരു നമ്പറല്ലേ എന്ന് ചോദിച്ചു. ശരിയായിരിക്കാം. എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ ഒരു കച്ചത്തുരുമ്പിന് വേണ്ടി മോട്ടിവേഷണൽ വീഡിയോ കാണുന്നതായിരിക്കാം. ഇന്ന് രാവിലെ എണീക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് എണീക്കുന്ന ആൾക്കാരുണ്ട്. കയ്യിലുള്ളത് ഇന്നും നാളെ എന്ന് പറയുന്ന ഒരു ദിവസവും ചിലപ്പോൾ കണ്ടേക്കാം. ഇതുപോലൊരു ദിവസം ഞാൻ എണീറ്റതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു സാംസങ്ങിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. അത്ര വിലയുള്ള ഫോണല്ല. ഒരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു, വയേർഡ് ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. 136 കിലോ ഭാരമുണ്ടായിരുന്നു. ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഈ പ്രശ്നങ്ങളും ആൾക്കാർ രാവിലെ എണീക്കുമ്പോഴാണ് പ്രശ്നം. കണ്ണു തുറക്കുന്ന ഉടനെ ആ ദിവസത്തെക്കുറിച്ച് ആലോചിക്കും. കടം കൊടുക്കാനുള്ളവർക്ക് പൈസയുടെ പ്രശ്നം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ, ജോലിയില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് ആ പ്രഭാതം ആരംഭിക്കുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. പിറ്റേ ദിവസം മാത്രം ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ കാണും. അതും ഇത് തന്നെ സംഭവിക്കും. ഇങ്ങനെ ഒരുപാട് ആവർത്തിച്ചുള്ള ഒരു ദിവസത്തിൽ ഞാനും എണീറ്റ് സമയത്ത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഒരു അസറ്റായിട്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ തീരുമാനിച്ചു, എന്തായാലും വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പം ഞാൻ ഈ പ്രശസ്തരായ മോട്ടിവേഷണൽ ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ വീഡിയോസ് ഞാൻ മൊബൈലിൽ പ്ലേ ചെയ്തിട്ട് ചെവി വെച്ചിട്ട് നടക്കാൻ തീരുമാനിച്ചു. ഞാൻ രാവിലെ എണീക്കുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ റോഡിലൂടെ വെറുതെ നടക്കും. അപ്പം നമ്മളെ ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങാൻ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് മനസ്സ് നമ്മളോട് പറയും, പോകണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാണ്, രസമല്ലേ, ഇങ്ങനെ പൈസയ്ക്ക് പ്രശ്നം വരും, ബുദ്ധിമുട്ട് വരും, അതൊക്കെ അങ്ങ് ശരിയാവും, നാളെ ശരിയാവും, മറ്റന്നാൾ ശരിയാവും എന്ന് കരുതി നമ്മളെ ഒരു മനസ്സ് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം ഞാൻ ആദ്യം അതിനെ ബ്രേക്ക് ചെയ്തു. ഇല്ല, എനിക്ക് നടക്കണം, ഞാൻ എന്തിനാണ് രാവിലെ ഇങ്ങനെ ഇരിക്കുന്നത്, വെറുതെ നടക്കരുതോ, ചുമ്മാ സ്പീച്ച് കേൾക്കരുത്, എന്തെങ്കിലും പ്രയോജനം ഉണ്ടായല്ലോ. അങ്ങനെ ഈ മോട്ടിവേഷണൽ സ്പീക്ക് കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ നടന്നിട്ട് തിരിച്ചു വരും. അന്ന് വല്ലാത്ത ക്ഷീണമാണ്, ഒരുപാട് നടക്കാൻ പറ്റില്ല, നടക്കുന്നതിനെ അണയ്ക്കും. പ്രത്യേകിച്ച് 136 കിലോ എന്നൊക്കെ പറയുമ്പോൾ ഒന്നാലോചിച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. പിറ്റേ ദിവസം ഇതുപോലെ രാവിലെ മനസ്സ് വരെ പോകണ്ട, പക്ഷേ ഞാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അന്നും പോകും, ഇതേ മോട്ടിവേഷണൽ വീഡിയോ കേൾക്കും, അല്ലെങ്കിൽ മറ്റൊരെണ്ണം കേൾക്കും, കുറച്ചുകൂടെ ദൂരം നടക്കും, 3-ാം ദിവസം പോകും. ഈ മോട്ടിവേഷൻ എങ്ങനെ സഹായിച്ചു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ശിവകുമാർ പറഞ്ഞൊരു കഥ ഞാൻ പറയാം. അതായത് എന്നെപ്പോലെ, ആ സമയത്ത് എന്നെപ്പോലെ ഒരുപാട് പേരെ പോലെ ജീവിതത്തിൽ പ്രതിസന്ധി നേരിടുന്ന ഒരാളുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മോട്ടിവേഷൻ കേട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് ജീവിതത്തിൽ സക്സസ് ആകാതെ വന്നപ്പോൾ ആരോ പറഞ്ഞു കൊടുത്ത് ഭക്തിമാർഗ്ഗം ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭക്തിമാർഗ്ഗം സ്വീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന് അദ്ദേഹം പങ്കെടുത്തു. ആ പങ്കെടുത്ത സമയത്ത് അതിലെ ആചാര്യൻ ജീവിതം മാറ്റുന്നതിനെക്കുറിച്ച് ആത്മീയ തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്നായിരുന്നു ഈ 41 ദിവസത്തെ മണ്ഡലവ്രതം. മണ്ഡലവ്രതം 41 ദിവസം, 48 ചിലർ പറയും, എന്തായാലും 41 ദിവസമാണ് നമ്മൾ ശബരിമല നോക്കുന്നത്. 41 ദിവസം മണ്ഡലവ്രതം എടുത്തിട്ട് കൃത്യമായിട്ട് ജീവിക്കാമെങ്കിൽ ജീവിതം മാറിത്തുടങ്ങും എന്ന് പറഞ്ഞു. ഇദ്ദേഹം വിചാരിച്ചു, ശരി, എന്ത് വന്നാലും ഞാൻ 41 ദിവസം മണ്ഡലവ്രതം എടുക്കാൻ തീരുമാനിച്ചു എന്ന് കരുതി പുള്ളി എല്ലാം ഈ ആചാര്യ ഒരുപാട് മാർഗ്ഗങ്ങളും അതിൻ്റെ രീതികളും വ്രതത്തിൻ്റെ രീതികളും ചിട്ടകളും ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ഇദ്ദേഹം പ്രാവർത്തികമാക്കി. നോൺ വെജിറ്റേറിയൻ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങി, രാവിലെ കുളിച്ചു, പ്രാർത്ഥിച്ചു, ചെരുപ്പില്ല എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇദ്ദേഹം അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ 41 ദിവസമായി. ശബരിമല പോകേണ്ട ദിവസമാണ്. അദ്ദേഹം കെട്ടി തികഞ്ഞ ഭക്തിയോടുകൂടി, ഇതിപ്പം ശബരിമല പോയിട്ട് വന്നാൽ എൻ്റെ ജീവിതം അങ്ങ് മാറുമെന്നാണ് പുള്ളി ഓരോ ദിവസവും ചിന്തിച്ചത്. അങ്ങനെ ശബരിമല പോകുന്ന വഴി ഒരു കുറച്ച് ദൂരം കൂടെ ഉണ്ട്. പോകുന്ന വഴി അദ്ദേഹം ഒരു ഹോട്ടലിൽ കയറി കഴിക്കാൻ കയറിയ സമയത്ത് അതൊരു നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണ്, അത് മാത്രമേ ആ പരിസരത്തുള്ളൂ. ഇദ്ദേഹം അകത്ത് കയറിയ സമയത്ത് നോക്കിയപ്പം ഇദ്ദേഹത്തെ ഉപദേശിച്ച ആചാര്യൻ അവിടെ ഇരുന്ന് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നു, ചിക്കൻ കഴിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഈ കെട്ടുമായിട്ട് വന്ന ഈ ഒരു ഉപദേശം കേട്ട ഈ വ്യക്തിക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, കെട്ടൊക്കെ മാറ്റി വെച്ച് ഇയാളെ കുത്തിരി പിടിച്ച് എണീപ്പിച്ചു. എന്നിട്ട് ഒരു തോന്നിവാസം തന്നെ കാണിക്കരുത്, താനല്ലോട് എന്നോട് പറഞ്ഞത് ഇന്നത് ചെയ്താൽ ശരിയാവും, ഇന്നത് ചെയ്താൽ ശരിയാവും, നോൺ വെജിറ്റേറിയൻ ഉപേക്ഷിക്കണം, ജീവിതം ഇങ്ങനെ ആയിരിക്കണം, എന്നാൽ മാത്രമേ ജീവിതം ശരിയാവും, 40 ദിവസം കഴിയുന്ന നിങ്ങൾ നോക്കിയോ, നിങ്ങൾ മാറുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിത് ചെയ്താൽ എങ്ങനെയാണോ ശരിയാകുമെന്ന് പറഞ്ഞ് ഈ ആചാര്യനെ പിടിച്ചടിച്ചു. അപ്പോൾ ആചാര്യൻ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ശരി ഞാൻ മറുപടി പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇങ്ങോട്ട് ഈ ഹോട്ടലിലേക്ക് കയറിയ സമയത്ത് ഒരു ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു, ഒരു കൈ ചൂണ്ടി ഇരിപ്പുണ്ടായിരുന്നു. അത് എന്താണ്? പുള്ളി പറഞ്ഞു, അത് ശബരിമലയിലേക്ക് ഇത്ര കിലോമീറ്റർ, 25 കിലോമീറ്റർ ദൂരമുണ്ട് എന്നാണ് കൈ ചൂണ്ടി എഴുതിയിരിക്കുന്നത് ആണല്ലോ. അത് എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, നിൽക്കുന്നത് നോക്കിയിട്ട് വരാമെന്ന് കരുതി പുള്ളി വെളിയിൽ പോയി നോക്കിയപ്പം ആ ഹോട്ടലിലെയും ആ നാട്ടിലെയും ചവറ് ഇടുന്ന ഒരു കൂമ്പാരത്തിനടുത്ത്, ഒരു വേസ്റ്റ് ഇടുന്ന ഒരു കൂമ്പാരത്തിൻ്റെ നടുക്കാണ് ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. ആ ബോർഡിൻ്റെ അറ്റത്ത് ശബരിമല ഇത്ര കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുമുണ്ട്. പുള്ളി ഒന്ന് പറഞ്ഞു, അതൊരു ചവിട്ടുകോട്ടലല്ലേ എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ചവിട്ട് കൂമ്പാരത്തിലല്ലേ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, അത് തന്നെയാണ്, നിങ്ങൾ ആ ബോർഡ് എവിടെ നിൽക്കുന്നു എന്നതിൽ നോക്കി അതിനെ കുറ്റം പറയരുത്. ആ ബോർഡ് ഇവിടെ നിൽക്കുന്നു, അത് ശരിയാണോ, ശബരിമലയുടെ ബോർഡല്ലേ, അങ്ങനെ പാടുണ്ടോ, തെറ്റല്ലേ എന്നൊക്കെ നിങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ആ കൈ ചൂണ്ടി പറഞ്ഞത് ഇത്ര കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്താൽ ശബരിമല എത്തുമെന്ന് പറയുന്ന ആ ഡെസ്റ്റിനേഷൻ മാത്രം നിങ്ങൾ നോക്കണം. എല്ലാ മോട്ടിവേഷനും അങ്ങനെയാണ്.
നമുക്ക് മോട്ടിവേഷൻ തരും ഒരാൾ തരുന്ന സമയത്ത് നമ്മൾ സ്വയം മാറണമെന്ന് തീരുമാനിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ മാത്രമേ ആ മോട്ടിവേഷൻ വർക്കാവത്തുള്ളൂ, അല്ലെങ്കിൽ വർക്കാവില്ല. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തതാണ്. ഞാൻ കേട്ട ഒരുപാട് പേരുടെ മോട്ടിവേഷൻ അതുകൊണ്ടല്ല ഞാൻ മാറിയത്. ഞാൻ മാറണം എന്നൊരു തോന്നലുണ്ടായപ്പോൾ നമുക്ക് ചില സഹായമാണ്. മരുന്നും മന്ത്രവും എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ മാറണമെന്ന് തീരുമാനിക്കണമെങ്കിൽ, നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം തീരുമാനിക്കണം എനിക്ക് മാറണം. അതിന് സഹായങ്ങൾ വാങ്ങാം. നമ്മൾ പലരും പറയാറുണ്ട് ഈ വണ്ണം കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വണ്ണം കുറയില്ല. വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഡയറ്റ് നോക്കണം, നമ്മുടെ ജീവിതം ചിട്ടയായിരിക്കണം, ഇതൊക്കെ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസ് ഒരു മാർഗ്ഗം മാത്രമാണ്. നമ്മൾ സ്വയം തീരുമാനിക്കാതെ ഒരു മോട്ടിവേഷണൽ വീഡിയോയും നമ്മളെ മാറ്റില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ്. ഒരു മോട്ടിവേഷണൽ വീഡിയോയും അല്ല എന്നെ മാറ്റിയത്. ഞാൻ എടുത്തൊരു തീരുമാനമാണ്. കാര്യങ്ങളെ തുടർച്ചയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനെടുത്ത എൻ്റെ ഒരു തീരുമാനമാണ്. ഇതിനാണ് ഞാൻ എൻ്റെ മോട്ടിവേഷനിൽ ഇടുന്നതും. കാരണം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ സക്സസ് ആയ കാര്യങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ ശരിക്കും മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ പാത പിന്തുടരാം. അതൊരു സഹായം മാത്രമാണ്. അത് എൻ്റെ മോട്ടിവേഷൻ്റെ, എൻ്റെ സംസാരത്തിൻ്റെ മികവുകൊണ്ടല്ല, അവർ സ്വയം മാറാൻ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് മാറാൻ പറ്റൂ. കുതിരയെ നമുക്ക് വെള്ളത്തിൽ ഇറക്കാനേ പറ്റൂ, വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ആ കുതിരയ്ക്ക് ദാഹമുണ്ടായിരിക്കണം. അങ്ങനെ നമുക്കൊരു ദാഹമുണ്ട്, മാറണം, എല്ലാ പ്രശ്നങ്ങളും നമുക്കൊരു പരിഹാരം വേണമെന്ന് തീരുമാനിക്കുന്ന ആ മുഹൂർത്തത്തിൽ മാത്രമേ മോട്ടിവേഷൻ പോലും വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ എൻ്റെ ഒരു മോട്ടിവേഷൻ കേട്ടിട്ട്, എൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾ മാറാൻ തീരുമാനിക്കേണ്ട. ഇത് ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ പ്രസൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് ഒരു പരിധിവരെ എൻ്റെ ഒരു വരുമാന മാർഗ്ഗമൊക്കെയാണ്. പക്ഷേ ഇതിനകത്തൊരു സത്യസന്ധത ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് അത് ശരിക്കും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.